പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ എതിർ സ്ഥാനങ്ങളും സ്ഥാനവും കോണും നമുക്കൊന്ന് പരിചയപ്പെടാം. പാഠഭാഗത്തിലേക്ക് കടക്കാം. നോക്കിയേ, വരകളുടെ ഒരേ സ്ഥാനത്ത് വരുന്ന ഓരോ ജോഡി കോണുകളെയും സമാന കോണുകൾ എന്ന് പറയുന്നു. എന്താ പറയുന്നത്? വരകളുടെ ഒരേ സ്ഥാനത്ത് വരുന്ന ഓരോ ജോഡി കോണുകളെയും സമാന കോണുകൾ എന്നു പറയുന്നു. നമുക്ക് നോക്കാം. രണ്ട് സമാന്തര വര വരച്ചു, എന്നിട്ട് വേറൊരു വര മുറിച്ച് കിടക്കുന്നുണ്ട് അല്ലേ? ഇത് നമുക്ക് എത്ര എടുക്കാം? 40 ഡിഗ്രി എടുക്കാം. ഇത് എത്ര എടുത്തു? 40 ഡിഗ്രി. അപ്പൊ എന്താ പറഞ്ഞത്? വരകളുടെ ഒരേ സ്ഥാനത്ത് വരുന്ന ഓരോ ജോഡി കോണുകളെയും സമാന കോണുകൾ എന്ന് പറയുന്നു. നോക്കിയേ, ഈ വരയുടെ ഒരു സ്ഥാനത്ത് നോക്കിയേ, ഇതേ സെയിം സ്ഥാനം താഴത്തത് കണ്ടോ? വേറൊരു സമാന്തര വര നോക്കി മുറിച്ച് കിടക്കുമ്പോൾ ഇതേ സ്ഥാനം തന്നെയാണ് ഇവിടെയും വരിക. ഇനി വേറൊരു സമാന്തര രേഖ നമുക്കിത് ഇങ്ങനെ നീട്ടി വരുന്നു. നോക്കിയേ, ഈ വര ഇങ്ങനെ നീട്ടി വരച്ചു, ഇവിടെയും വരച്ചു അല്ലേ? അപ്പോൾ 3 നിൽക്കുന്ന രേഖ. ഓക്കെ, ഇതും സെയിം ആയിരിക്കും, ഇതും സെയിം ആയിരിക്കും, ഇതും സെയിം, ഒരേപോലെ തന്നെ ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താ? വരകളുടെ ഒരേ സ്ഥാനത്ത് വരുന്ന ഈ വരയുടെ ഒരേ സ്ഥാനത്ത് വരുന്ന കോണുകളിൽ ഒരു ജോഡി കോണുകളിൽ എന്തായിരിക്കും? സമാന കോണുകളായിരിക്കും, അല്ലെങ്കിൽ സമാനമായിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഒന്നും കൂടെ വേറൊരു കാര്യം നോക്കിയാലോ? ഓക്കെ, ഇത് നമുക്കറിയാം. ഇത് എത്ര ഡിഗ്രിയാണ് എടുത്തത്? 40 ഡിഗ്രി അല്ലേ? ഇത് 40 ഡിഗ്രി ആണെങ്കിൽ എത്രയായിരിക്കും? 140 ആയിരിക്കൂലേ? 140 ആയിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും, ഇത് 140 ആയിരിക്കും. എങ്ങനെ കിട്ടിയെന്ന് അറിയില്ലേ? രണ്ട് കോണുകൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 150 കിട്ടണം. അതുകൊണ്ടായിരുന്നു ഞാനിങ്ങനെ എഴുതിയത്. ഇത് നോക്കാം. എന്താ പറഞ്ഞേ? ആന്തര സഹകോണം അല്ലേ? ഏതാണ് ആന്തര സഹകോണ്? ഇതിന്റെ അകത്ത് വരുന്ന കോണുകൾ, ഇതിന്റെ അകത്ത് വരുന്ന കോണുകളെ നമുക്ക് പറയുന്നത് ആന്തര സഹകോണം. ഇതിന്റെ അകത്ത് ഈ രണ്ട് സമാന്തര വരകളുടെ അകത്ത് വരുന്ന കോണുകൾ എന്താ പറയാ? ഈ കോണും ഈ കോണിലുള്ള പറഞ്ഞ പേരാണ് ആന്തര സഹകോണം. മനസ്സിലായില്ലേ? രണ്ട് സമാന്തര വരകളുടെ അകത്ത് വരുന്ന കോണുകൾ എന്താ പറയാ? ആന്തര സഹകോണം. ഇനി ഇതിന്റെ പുറത്ത് വരുന്ന കോണുകൾ എന്താ പറയാ? ഈ 140ഉം 40ഉം ഈ കോണുകളെ എന്താ പറയാ? ബാഹ്യ സഹകോണം. മനസ്സിലായില്ലേ? ബാഹ്യ സഹകോണം. അപ്പോൾ ഈ സമാന്തര വരകൾക്ക് പുറത്ത് വരുന്ന ഒരു ജോഡി കോണുകൾ എന്ന് പറയും ബാഹ്യ സഹകോണുകൾ എന്നും, ഈ സമാന്തര വരയ്ക്ക് അകത്ത് വരുന്ന ഒരു ജോഡി കോണുകൾ എന്താ പറയാ? ആന്തര സഹകോണം എന്നും പറയും. ഇനി നമുക്ക് നോക്കാം. അടുത്തത് നോക്കിയേ, ആന്തര സഹകോണുകളും ബാഹ്യ സഹകോണിന്റെയും ഓരോ ജോഡി കോണുകളുടെ തുക എത്രയാണ്? 150 ഡിഗ്രിയാണ്. ഓക്കെ, കൂട്ടി വെക്കിയാലോ? ഇത് 140 അല്ലേ? ഇത് 140 ആണ്, ഇത് 40 ആണ്. അപ്പോൾ 140ഉം 40ഉം കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ബാഹ്യ സഹകോണം കൂട്ടിയാലോ? ഇത് 140 ആണ്, ഇത് 40 ആണ്, 150 കിട്ടുന്നില്ലേ? അപ്പൊ കണ്ടീഷൻ ശരിയാണ്. ഇനി അടുത്തത് നോക്കാം. എന്താ? എതിർ സ്ഥാനങ്ങൾ അല്ലെ? രണ്ടു സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ എതിർ സ്ഥാനത്ത് വരുന്ന ജോഡികൾ എന്ന് പറയും മറുകോണുകൾ എന്ന് പറയുന്നു. നമുക്കൊന്ന് നോക്കിയാലോ? രണ്ട് സമാന്തര വര ഞാൻ വരച്ചു. കണ്ടോ? രണ്ട് സമാന്തര വര വരച്ചു. മറ്റൊരു വര എന്ത് ചെയ്യുന്നുണ്ട്? മുറിച്ച് കടക്കുന്നുണ്ട്. ഇത് നമുക്ക് സെയിം ആയിട്ട് 40 ഡിഗ്രി വേണമെങ്കിൽ എടുക്കാം, എത്ര ഡിഗ്രി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 40 ഡിഗ്രി തന്നെ എടുക്കുന്നു. ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 140 ആയിരിക്കും, ഇതും 140, ഇത് 40 ഡിഗ്രി അല്ലേ? 40 ഡിഗ്രി. ഇനി എന്താ പറഞ്ഞത്? രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ എതിർ സ്ഥാനത്ത് വരുന്ന ജോഡികളെ മറുകോണുകൾ എന്ന് പറയുന്നു. ഇനി എതിർ സ്ഥാനത്ത് വരുന്ന ജോഡികളെ എല്ലാം നോക്കാം. ഓക്കെ, ഈ കോണും ഒരേ സ്ഥാനത്ത് വരുന്നതില് അപ്പൊ ഇവ തമ്മിൽ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇത് എത്ര തന്നെ ആയിരിക്കും? 40 ഡിഗ്രി. അതുപോലെ തന്നെ ഇതും കണ്ട ഒരേ സ്ഥാനത്ത് വരുന്ന കോണുകളാണ്. അതും ഇതും. ഇത് 140, ഇത് 140,
ഇതും 40 ഡിഗ്രി. മറ്റേ നമുക്ക് എങ്ങനെ പറയാം? ഒരു സമാന്തര വരയെ ഒരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ തുക എത്ര കിട്ടണം? 150 കിട്ടണം. അങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഒരേ സ്ഥാനത്ത് വരുന്ന കോണുകളുടെ തുക തുല്യമായിരിക്കും. അങ്ങനെ വിചാരിച്ചിട്ടും എഴുതാം. ഇനി നമുക്ക് കണ്ടീഷൻ നോക്കിയാലോ? രണ്ട് സമാന്തര വരകളെ കണ്ടോ, രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളെ എതിർ സ്ഥാനത്ത് വരുന്ന ജോഡികളെ മറുകോണുകൾ എന്ന് പറയുന്നു. നോക്കിക്കോ, എതിർ സ്ഥാനത്ത് വരുന്ന രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ എതിർ സ്ഥാനത്ത് വരുന്നത് ഏതൊക്കെ എതിർ സ്ഥാനത്ത് വരുന്നത്? ഈ കോണിന്റെ എതിർ സ്ഥാനത്ത് വരുന്ന കോണാണ് ഇത് അല്ലേ? ഈ വര ഇങ്ങനെ മുറിച്ച് കിടക്കുകയാണ്. ഈ കോണിന്റെ ഇപ്പുറത്തെ സൈഡ് എതിർ സ്ഥാനത്ത് വരുന്ന സ്ഥാനം ഇതല്ലേ? ഇതാണ്. അതുപോലെ തന്നെ ഈ കോണിന്റെ എതിർ സ്ഥാനത്ത് വരുന്ന കോണാണ് ഇത്. കണ്ടോ, ഇതിന്റെ എതിർ സ്ഥാനത്ത് വരുന്ന കോണാണ് ഇത്. അതുപോലെ നമുക്ക് ഇതിനകത്തെ കോൺ നോക്കാം. ഈ കോണിന്റെ എതിർ സ്ഥാനത്ത് വരുന്ന കോണാണ് ഇത്. കണ്ടോ, ഈ വര മുറിച്ച് കിടക്കുന്നത്. അപ്പൊ ഈ കോണിന്റെ എതിർ സ്ഥാനത്ത് വരുന്ന കോൺ ഇതും, ഈ കോണിന്റെ എതിർ സ്ഥാനത്ത് വരുന്ന കോണും ഇതും. മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയാം. ഈ കോണിന്റെ ഈ വര മുറിച്ച് കിടക്കുമ്പോൾ ഈ കോണിന്റെ എതിർ സ്ഥാനം നടന്നത് ഇതാണ്. കണ്ടോ, അതുപോലെ തന്നെ ഈ കോണിന്റെ എതിർ സ്ഥാനം നടന്നത് ഈ വലത്തെ സൈഡാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ കോണിന്റെ ഈ വലത്തെ സൈഡിലെ കോണിന്റെ എതിർ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഇടത്തെ കോണിന്റെ ഇടത്തെ സൈഡാണ്. കണ്ടോ, ഈ താഴത്തെ ഭാഗമാണ് ഇതിന്റെ എതിർസ്ഥാനം. അതേപോലെ ഈ കോണിന്റെ എതിർസ്ഥാനം ഇത് എളുപ്പമല്ലേ? ഇതിന്റെ ഇതായിരിക്കും, ഇതിന്റെ ഇതായിരിക്കും. പിന്നെ ഇത് മാത്രം നോക്കിയാൽ പോരെ? ഇതിൻ്റെത് ഇത് എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. പിന്നെന്താ കണ്ടീഷൻ? ഓരോ ജോഡി കോണുകൾക്കും ഒരേ അളവാണ്. സെയിം അളവല്ലേ? ഇത് 40 ഡിഗ്രിയാണ്, ഇത് 40 ഡിഗ്രിയാണ്, ഇത് 140 ആണ്, ഇത് 140. അതുപോലെ തന്നെ നോക്കി ആന്തര സഹകോണുകൾ ഇത് 140 ആണ്, ഇത് 140 ആണ്, ഇത് 40 ഡിഗ്രിയാണ്, ഇതും 40 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? ഇനി ഒരു ചിത്രം നോക്കാം. ഇവിടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് അല്ലേ? നോക്കിയേ, ചുവടെയുള്ള സമാന്തരികത്തിന്റെ മറ്റു കോണുകൾ കണക്കാക്കുക. സമാന്തരികത്തിന്റെ ഒരു ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ഡിഗ്രി അല്ലേ? ഒരു കോൺ തന്നിട്ടുണ്ട്, 50 ഡിഗ്രിയാണ്. ഇനി നോക്കാം എങ്ങനെയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ചിത്രം തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിൻ്റെ ആ സമാന്തരമായ വരകളെ എന്ത് ചെയ്താൽ മതി? നീട്ടി വരച്ചാൽ മതി. നമുക്കൊന്ന് നീട്ടി വരച്ച് നോക്കാം. കണ്ടോ, ഇത് ഇങ്ങോട്ട് നീട്ടി വരച്ചു, അതുപോലെ തന്നെ ഇത് താഴോട്ട് നീട്ടി വരച്ചു. ഇനി ഇത് ഈ സൈഡിലോട്ട് നോക്കിക്കോ, ഈ സൈഡിലോട്ടൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. കണ്ടോ, അല്ലേ? ഇപ്പൊ രണ്ട് സമാന്തര വരകളെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സമാന്തര വരകൾ എന്ത് ചെയ്യുന്നുണ്ട്? വേറെ രണ്ട് ചെരിഞ്ഞ വരകൾ എന്ത് ചെയ്യുന്നുണ്ട്? മുറിച്ച് കടക്കുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ നോക്കാം, ഈ രണ്ട് സമാന്തര വരകളെ വേറെ രണ്ട് സമാന്തര വരകൾ മുറിച്ച് കടക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഇത് 50 ഡിഗ്രി അല്ലേ? നമുക്കറിയാം, ഒരു സമാന്തര വരയെ മറ്റൊരു വര മുറിച്ച് കടക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു ജോഡി കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 150 ഡിഗ്രി. അപ്പൊ ഇത് 50 ആണെങ്കിൽ എത്രയായിരിക്കും? 150 കുറച്ചാൽ പോരെ? എത്ര കിട്ടും? 130 ഡിഗ്രി അല്ലേ? അപ്പൊ ഇത് 130 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇത് 50 ആണെങ്കിൽ എത്രയായിരിക്കും? ഇത് 130 ഡിഗ്രി. ഇതും കൂട്ടിയാൽ 150 കിട്ടണം, ഇതും കൂട്ടിയാൽ 150 കിട്ടണം, ഇതും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. മനസ്സിലായില്ലേ? ഇനി ഞാൻ പറയുന്നത്, ഒരു സമാന്തര വരയെ അല്ലെ, അല്ലെങ്കിൽ ഒരു സമാന്തര അല്ലെങ്കിൽ രണ്ട് സമാന്തര വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുകയാണെങ്കിൽ ഒരേ സ്ഥാനത്തുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. നോക്കിയേ, ഇത് ഒരേ കോണളവല്ലേ? അപ്പൊ ഇത് 50 ആണെങ്കിൽ എത്രയായിരിക്കും? 50 ഡിഗ്രി. ഇത് എത്രയായിരിക്കും? 130 ഡിഗ്രി. ഇത് 130 ഡിഗ്രി. ഇത് 50 ഡിഗ്രി. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഒരു സമാന്തര വര മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ അതിന്റെ രണ്ടിന്റെ തുക 150 കിട്ടണം. അതിന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. ഇനി നോക്കിയേ, ഇത് 50 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതും സെയിം കോണാണ്. ഈ കോണുകൾക്ക് ഇവിടെ എന്തില്ല? മാറ്റമില്ല. അപ്പൊ ഇത് എത്രയായിരിക്കും?
ഇത് 50 ഡിഗ്രി ആയിരിക്കും. ഇത് എന്ന് പറയുന്നത് എത്രയാ? 130 ഡിഗ്രി. ഇത് 130 ഡിഗ്രി. ഇത് 50 ഡിഗ്രി. എളുപ്പമാണ്. ഒന്ന് കിട്ടിയാൽ ബാക്കിയെല്ലാം എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിയേ, ഇതും നോക്കിയേ, സമാന അളവിലുള്ളത് അല്ലേ? അതുപോലെ തന്നെ ഇതും സമാന അളവാണ്, സമാന കോണുമാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി. ഇത് 130 ഡിഗ്രി. ഇതോ 50 ഡിഗ്രി. ഇത് എന്നത് 130 ഡിഗ്രി. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ട് സമാന്തര വരകൾ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ടോ അതിൽ കൂടുതലോ എത്ര വേണമെന്ന് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ വരകളിൽ ഒന്നെന്ത് ചെയ്താൽ മതി? നീട്ടി വരച്ച് കൊടുത്താൽ മതി. നീട്ടി വരക്കുമ്പോൾ നമുക്ക് ശരിക്കും രണ്ടെണ്ണം സമാന്തര വരകളായി തന്നെ തോന്നാം. അല്ലെങ്കിൽ രണ്ട് സമാന്തര വരകളെ മറ്റൊരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുന്നതായി തോന്നാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി ഈ ഭാഗങ്ങളെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കട്ടിയുള്ള ടഫുള്ള ഭാഗങ്ങളൊന്നുമില്ല. ജസ്റ്റ് ചിന്തിച്ച് വരച്ച് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.